2024 മാർച്ചിൽ പുറത്തു വന്ന CAG റിപ്പോർട്ടില് ഡെറ്റിനെ പറ്റി ധാരാളം പറയുന്നുണ്ട്. എന്തൊക്കെയാണ് ഡെറ്റിനെ പറ്റി പറയുന്നത്? അതായത് ഈ കടം കൊണ്ട് സംസ്ഥാനങ്ങൾ കടക്കെണിയിലേക്ക് പോകുന്ന ഒരവസ്ഥ വന്നതോടുകൂടി 2002 കൊണ്ടുവന്ന ആക്റ്റാണ് ഫിസ്ക്കൽ റെസ്പോൺസിബിലിറ്റി ആൻഡ് ബജറ്റ് മാനേജ്മെന്റ് ആക്ട്. ആ ആക്ടിൽ 3 അത്യാവശ്യ മാനദണ്ഡങ്ങൾ വയ്ക്കുന്നുണ്ട്. ഓരോ സംസ്ഥാനവും പാലിക്കേണ്ട 3 ധനമാനദണ്ഡങ്ങൾ. എന്താണ് ഈ 3 ധനമാനദണ്ഡങ്ങൾ? 1, റവന്യൂ കമ്മി 5 വർഷം കൊണ്ട് ഇല്ലാതെയാക്കുക. അത് ഒരു സംസ്ഥാനത്തിനും ഇതുവരെ പറ്റിയിട്ടില്ല. പക്ഷെ പല സംസ്ഥാനങ്ങളും ഗണ്യമായ തോതിൽ റവന്യൂ കമ്മി കുറച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. സെൻട്രൽ ഗവൺമെന്റിനും റവന്യൂ കമ്മി വലിയ തോതിൽ കുറയ്ക്കാൻ പറ്റിയിട്ടില്ല. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ ഉപാധി എന്താണ്? മാനദണ്ഡം എന്താണ്? അതായത് ധനക്കമ്മി GSDPയുടെ 3% ഒതുക്കണം. അതും ഒതുക്കിയിട്ടുണ്ട്. പക്ഷെ ആ ഒതുക്കൽ ഒരു ഒതുക്കലല്ല, അതിനെ മറികടക്കും ഞങ്ങൾ എന്ന ഉദ്ദേശത്തോടെയാണ് കേരള ഗവൺമെന്റ് കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് എന്ന ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ കൊണ്ട് കടം വാങ്ങുന്നു. അയ്യോ, അത് ബജറ്റിലല്ല എന്നാണ് ഇവർ പറയുന്നത്, ഗവൺമെന്റിലുള്ളവർ പറയുന്നത്. പക്ഷെ അത് ബജറ്റിനകത്താണെന്ന് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ സർട്ടിഫൈ ചെയ്യുന്നു, റിസർവ് ബാങ്ക് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു, ഗവൺമെന്റ് ഓഫ് ഇന്ത്യയും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. എന്നിട്ട് ഇപ്പൊ ഏകദേശം സംസ്ഥാന ഗവൺമെന്റും അത് അംഗീകരിച്ചു തുടങ്ങി. അംഗീകരിക്കാതെ നിവൃത്തിയില്ല എന്നൊരവസ്ഥ വന്നതുകൊണ്ട് ഒന്നാമത്തെ കണ്ടീഷൻ റവന്യൂ ഡെഫിസിറ്റ്, റവന്യൂ കമ്മി ഇല്ലാതെയാക്കുക. രണ്ടാമത്തെ കണ്ടീഷൻ ഫിസ്ക്കൽ ഡെഫിസിറ്റ് അഥവാ ധനക്കമ്മി GSDPയുടെ 3% ഒതുക്കുക. അത് ഒതുക്കാൻ പറ്റാത്തപ്പോഴാണ് ഈ സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളിലേക്ക് പോകുന്നത് സംസ്ഥാന ഗവൺമെന്റ്. മൂന്നാമത്തെ കണ്ടീഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് ഡെറ്റ് GSDPയുടെ 29% താഴെ നിർത്തണം. എന്താണ് ഔട്ട്സ്റ്റാൻഡിംഗ് ഡെറ്റ് എന്ന് പറയുന്നത്? പ്രിയ സുഹൃത്തുക്കളെ, സംസ്ഥാനം ഫോം ചെയ്ത കാലം മുതൽ വാങ്ങിച്ച കടം, അത് നമ്മൾ കുട്ടികൾ വളർന്നു വലുതാകുന്നത് പോലെ ആ കടം അടച്ചു വീട്ടിയില്ലെങ്കിൽ അതും വളർന്നുകൊണ്ടേയിരിക്കും. അങ്ങനെ വളരുന്ന കടം അത് എത്ര ശതമാനത്തിൽ ഒതുക്കണമെന്നാണ്? അത് GSDPയുടെ 29% നിജപ്പെടുത്തണം. അതിന് മുകളിലേക്ക് പോകരുത് എന്നാണ് ഈ FRBM ആക്ട് പറയുന്നത്. എന്നിട്ട് കേരളത്തിലേക്ക് നമ്മൾ ഒന്ന് വന്നു നോക്കുക. 2011-12 മുതൽ 15-16 വരെ, അത് ആ സമയത്ത് ഏത് ഗവൺമെന്റാ ഭരിച്ചിരുന്നത്? ഉമ്മൻചാണ്ടി ഗവൺമെന്റ് ഭരിച്ചിരുന്ന സമയം, UDFന്റെ സമയം. ആ സമയത്ത് എല്ലാ വർഷങ്ങളിലും ഇത് 29% അതിൽ താഴെയോ ആയിരുന്നു. മറിച്ച് 2016-17 അത് 30%-ലെത്തി. തുടർന്നുള്ള വർഷങ്ങളിൽ അത് 38% വരെ, 29% നിർത്തേണ്ടത് 38% വരെ വളരുന്നത് നമ്മൾ കണ്ടു. ഈ ബജറ്റ് ഡോക്യുമെന്റ് എടുത്ത് നോക്കാം. ഈ ബജറ്റ് ഡോക്യുമെന്റിൽ തന്നെ പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് ആ ഡോക്യുമെന്റ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും. 2025-26 ബജറ്റ് ഡോക്യുമെന്റ്. ആ ബജറ്റ് ഡോക്യുമെന്റില് എന്താ പറയുന്നത്? ഡെറ്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്നൊരു കോളം ഉണ്ട് ഇവിടെ. ആ ഡെറ്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന കോളം ഞാനത് കാണിച്ചു തരാം. ആ ഡെറ്റ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന കോളം നിങ്ങളിൽ ആരെങ്കിലും റിസർച്ച് ചെയ്യുന്നു, ആരെങ്കിലും ഗഹനമായ പഠനത്തിന് തയ്യാറാകുന്നു, അത്തരക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഇതെടുത്ത് കാണിക്കുന്നത്. ഇതാണ് ആ ടേബിള്. അതായത് A10, പേജ് A10, ടേബിൾ A7, പേജ് A10, ടേബിൾ A7. ഈ 7 നോക്കിയാൽ അറിയാം, ഈ 25-26 ബജറ്റില് 29%-ലല്ല നിർത്തിയിരിക്കുന്ന. ഇത്രയും സമ്മർദ്ദം കേന്ദ്രത്തിൽ നിന്നും റിസർവ് ബാങ്കിൽ നിന്നും C&AGയിൽ നിന്നും ഒക്കെ വന്നിട്ട് 33.77% ഇതിനെ പിടിച്ചു കെട്ടിയിരിക്കുന്നത്. ഏതിനെ? ഔട്ട്സ്റ്റാൻഡിംഗ് ഡെറ്റ് അഥവാ സഞ്ചിത കടം. അതായത് നമ്മുടെ സംസ്ഥാനം ഫോം ചെയ്യപ്പെട്ട വർഷം മുതൽ എടുത്ത കടം ബാക്കിയായി കിടക്കുന്നത് ഒത്തുചേർന്നതാണ് സഞ്ചിത കടം എന്ന് പറയുന്നത്. ആ സഞ്ചിത കടം 33.77%-ലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും നമ്മുടെ സംസ്ഥാനം ഒരു വലിയ കടക്കെണിയുടെ വക്കിലാണ് എത്തി നിൽക്കുന്നത് എന്ന്. അവിടെ തീരുന്നില്ലല്ലോ പ്രശ്നം, കടം പിന്നെയും വാങ്ങിച്ചു കൂട്ടുകയാണ്. അപ്പൊ ഓർമ്മിക്കണം നമ്മള്, അതായത് UDF ഭരണം വിടുന്ന സമയത്ത് 2015-16 നമ്മുടെ സഞ്ചിത കടം എത്രയായിരുന്നു? 1,53,200 കോടിയായിരുന്നു.
ആ 1,53,200 കോടിയാണ് ഇപ്പോൾ വളർന്ന് എവിടെ എത്തിയിരിക്കുന്നു? അത് 4,81,997.62 കോടിയില് 4,81,997.62 കോടിയിൽ എത്തിയിരിക്കുകയാണ് ആ കടം. അതിനും മുകളിലാണ് കിഫ്ബി വഴിയും അതുപോലെ സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് വഴിയും വാങ്ങിക്കുന്ന കടം. ഈ രണ്ട് കടം വാങ്ങൽ യന്ത്രങ്ങളെയും സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ എന്നാണ് ഗവൺമെന്റ് പറയുന്നത്. അതായത് കടം കൊള്ളാൻ വേണ്ടി സൃഷ്ടിച്ച പ്രത്യേക സ്കീം എന്നാണ് അതിന് പറയുന്നത്. അപ്പം ഈ കിഫ്ബി, കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് വഴി മേടിക്കുന്ന കടം എന്തിനുള്ളതാണ്? അതായത് നമ്മുടെ ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ, റോഡ്, പാലം മുതലായവയുടെ നിർമ്മാണം. രണ്ടാമത് അത് ഫിസിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ. പിന്നെ ഉള്ളത് സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ. ഈ രണ്ട് തരം ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയാണ്. എന്താണ് ഈ സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാല്? സോഷ്യൽ ഇൻഫ്രാസ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ആരോഗ്യ രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും വരുത്തേണ്ട ചേഞ്ചസ്. അതിന് കെട്ടിടങ്ങൾ വേണം, അതിനുള്ള മറ്റ് സൗകര്യങ്ങൾ വേണം. ഇതിനൊക്കെയാണ് ഈ പറയപ്പെട്ട ഇപ്പൊ നമ്മുടെ AI യുഗത്തിൽ നമ്മുടെ സാങ്കേതിക മികവ് വർദ്ധിപ്പിക്കണമെന്നുള്ള അതിനു വേണ്ട എന്താ പറയുക, ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സും എല്ലാം വേണം. അങ്ങനെയൊക്കെയുള്ള എല്ലാ ചെലവുകൾക്കും വേണ്ടിയാണ് സാമൂഹ്യ ആരോഗ്യ മേഖലകളിലെ ഇൻഫ്രാസ്ട്രക്ചർ ചെലവ് എന്ന് പറയുന്നത്. ആ ചെലവിന് ഒരു വശത്ത്, മറുവശത്ത് നമ്മുടെ ഭൗതിക ഇൻഫ്രാസ്ട്രക്ചർ, അതായത് ഇപ്പോ വ്യവസായ ഇടനാഴി കൊച്ചിയിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് വേണമെങ്കിൽ അതിന്റെ കൺസ്ട്രക്ഷന് വേണ്ടി വരുന്ന ചെലവ്, ഇതൊക്കെയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ അതുപോലെ KSSPL എന്ന് പറഞ്ഞാൽ കേരള സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡ് എന്നാണ് അതിന്റെ ഫുൾ ഫോം. അതെന്തിനു വേണ്ടിയാണ്? 1,600 രൂപ വെച്ച് പെൻഷൻ കൊടുക്കുന്നതിന്, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൊടുക്കുന്നതിന് വേണ്ടി ഫോം ചെയ്തതാണ് അത്. അങ്ങനെ ഒരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിൾ ഉണ്ടാക്കിയിട്ട് നമുക്കറിയാം പെൻഷൻ കൊടുക്കൽ നേരെ നടക്കുന്നില്ല. എന്ത് സംഭവിക്കുന്നു? ആ ഫണ്ടും വകമാറ്റി പോകുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. 2-3 മാസം കുടിശ്ശിക വന്നു കഴിയുമ്പോഴാണ് ആ ഫണ്ട് പോലും കൊടുക്കുന്നത്. അപ്പൊ ഈ രണ്ട്, അതായത് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ഫണ്ട് ലിമിറ്റഡും കിഫ്ബിയും വഴിയെടുക്കുന്ന കടവും കൂടി നമ്മുടെ ഈ വലിയ കടം, ഞാൻ നേരത്തെ പറഞ്ഞ 4,81,997 കോടി കടം, ആ കടത്തിന്റെ കൂടെയാണ് ഈ പറയപ്പെട്ട രണ്ട് തരം കടങ്ങൾ കൂടി വന്നു ചേരുന്നത്. അപ്പോഴാണ് എപ്പോ വേണമെങ്കിലും കടക്കണിയിലേക്ക് പോകത്തക്ക ഒരവസ്ഥയിലാണ് കേരളം എന്നാണ് നമ്മുടെ C&AG പറയുന്നത്. C&AG അത് മാത്രമല്ല പറയുന്നത്. C&AG പറയുകയാണ്, നിങ്ങൾ വെറുതെ ഈ കടം രണ്ടും ബജറ്റിന് പുറത്താണെന്ന് പറയേണ്ട, ബജറ്റിനകത്ത് തന്നെയാണ്. കാരണം ഈ കടങ്ങളെല്ലാം വീട്ടേണ്ടത് ബജറ്റ് വഴി കണ്ടെത്തുന്ന റിസോഴ്സസ് കൊണ്ടാണ്. അത് തന്നെ കാണിക്കുന്നു. ഇത് ബജറ്റിനകത്താണ്, ബജറ്റിനകത്ത് വന്നേ തീരൂ. മാത്രവുമല്ല CAG ചൂണ്ടിക്കാണിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട സത്യമാണ് ഇത് ഈ ജനറേഷന്റെ പുറത്ത് മാത്രമല്ല, അടുത്ത ജനറേഷന്റെ പുറത്തുകൂടി വീഴുന്ന ഭാരമായിരിക്കും. വീണ്ടും CAG ചൂണ്ടിക്കാണിക്കുന്നു, അടുത്ത 7 വർഷം കൊണ്ട് ഇപ്പൊ ഈ എടുത്തിരിക്കുന്ന കടത്തിന്റെ 50% അടുത്ത 7 വർഷം കൊണ്ട് കൊടുത്തു തീർക്കണം. അതെങ്ങനെ കൊടുത്തു തീർക്കാൻ പറ്റും? അപ്പൊ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തില് C&AG ചൂണ്ടിക്കാണിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വേറൊരു ഫാക്ടർ ഉണ്ട്. എന്താണ്? കടം മേടിക്കുന്നതിന്റെ 98%. കടം മേടിക്കുന്ന എന്തിനാണ്? സാമ്പത്തിക ശാസ്ത്രം പഠിപ്പിക്കുന്ന ഒരു തത്വമുണ്ട്. നിങ്ങൾ കടം വാങ്ങിച്ചുകൊള്ളൂ, പക്ഷെ ആ കടം വാങ്ങുന്നത് മുഴുവനും മൂലധന നിക്ഷേപത്തിന് വേണ്ടിയായിരിക്കണം. 2 തരം മൂലധന നിക്ഷേപം ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചുള്ള ഏതൊക്കെയാണത്? സാമൂഹ്യ മേഖലയിലെ മൂലധന നിക്ഷേപം, അതുപോലെ തന്നെ ഭൗതിക ഇൻഫ്രാസ്ട്രക്ചർ മേഖലയിലെ മൂലധന നിക്ഷേപം. ഈ 2 തരം മൂലധന നിക്ഷേപത്തിനും വേണ്ടിയായിരിക്കണം നിങ്ങൾ കടം കൊള്ളുന്നത്. പക്ഷേ കേരളത്തിൽ കടം കൊള്ളുന്നത് എന്ത് ചെയ്യുന്നു എന്നാണ് C&AG കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്നത്. വാങ്ങിച്ച പണത്തിന്റെ പലിശയും മുതലും തിരിച്ചു കൊടുക്കാൻ മാത്രം 98% ഉപയോഗിക്കുന്നത് വാങ്ങിച്ച കടത്തിന്റെ പ്രിൻസിപ്പൽ സം, അതുപോലെ അതിന്റെ പലിശ, ഇത് രണ്ടും കൊടുത്തു തീർക്കാനാണെന്ന്. അപ്പൊ മൂലധന നിക്ഷേപത്തിന് വല്ലതും കിട്ടുന്നുണ്ടോ? ഒന്നും കിട്ടുന്നില്ല.